പിന്നെ മറ്റ് പ്രതീക്ഷ തരുന്ന ഒരു വലിയ മേഖലയാണ് ആരോഗ്യ സംരക്ഷണം. ഈ ആരോഗ്യ സംരക്ഷണത്തിൽ എല്ലാ മെഡിക്കൽ കോളേജിലും വൻ നിക്ഷേപങ്ങളാണ് നടക്കുന്നത്. വൻ നിക്ഷേപങ്ങൾ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും പ്രശ്നം കണ്ടുവരുന്ന ഒരു മേഖല ക്യാൻസർ ട്രീറ്റ്മെൻറ്റാണ്. ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അഫോർഡ് ചെയ്യാൻ വയ്യാതെ മരണത്തിലേക്ക്, ചില സന്ദർഭങ്ങളിൽ അത് ആത്മഹത്യയിലേക്ക് വരെ പോകുന്നുണ്ട്. ഈ ക്യാൻസർ കെയറിന് പുതിയൊരു മാനമാണ് ഇനി കേരളത്തിൽ കിട്ടാൻ പോകുന്നത്. RCC 60 വർഷത്തിൻ്റെ പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളാണ് മലബാർ ക്യാൻസർ സെൻറ്റർ. അതിനെ ഒരു ഓങ്കോളജിയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറ്റപ്പെടുകയാണ്. കൊച്ചി ക്യാൻസർ സെൻറ്റർ. ഈ 3 ക്യാൻസർ സെൻറ്റേഴ്സും കേരളത്തിൽ വന്നു കഴിയുമ്പോൾ കേരളത്തിന് കൃത്യമായിട്ടും ക്യാൻസർ കെയർ ഒരു ഭീഷണിയല്ലാതെ ജനങ്ങൾക്ക് സേവനം നൽകുവാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ഇതൊന്നും പോരാഞ്ഞിട്ട് ആലപ്പുഴയിൽ കിഫ്ബി ധനസഹായത്തോടു കൂടി ഒരു ഓങ്കോളജി പാർക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഈ ഓങ്കോളജി പാർക്ക്? വില കുറച്ച് മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ ക്യാൻസർ കെയറിൻ്റെ കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, കണ്ണൂരിൽ വളരെ പെട്ടെന്ന് തന്നെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്.